ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാളെ 2025 ഏപ്രിൽ 24 മേടമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ്. അതായത് വരുദ്ധിനി ഏകാദശി. ആ ഏകാദശിയെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ഒപ്പം തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏകാദശി ദിവസം കൂടിയാണ് നാളെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുവഴി എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഫലമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മേടമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ദിവസം മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്നതാണ് നമ്മൾ വരുദ്ധിനി ഏകാദശി എന്ന് പറയുന്നത്. ഈ ഒരു വരുദ്ധിനി ഏകാദശി എടുത്തു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള സുഖ സൗഭാഗ്യങ്ങൾ ലഭിച്ച് ശത്രുക്കളിൽ നിന്നും നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രതിബന്ധങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മുക്തി നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വരുദ്ധിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം വരുന്നത് കവചം, സംരക്ഷണം, പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശി വ്രതം വേണ്ടതുപോലെ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ രീതിയിലുമുള്ള പ്രൊട്ടക്ഷൻ തന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അതുമാത്രവുമല്ല, വരുദ്ധിനി ഏകാദശി വ്രതം നോറ്റാൽ പേരും പ്രശസ്തിയും കുടുംബത്തിൽ ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുന്നവർ ഇന്ന് ബുധനാഴ്ച ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ്. നോൺ വെജൊക്കെ ഒഴിവാക്കണം. പിറ്റേ ദിവസം, അതായത് നാളെ വ്യാഴാഴ്ച, അന്ന് മഹാവിഷ്ണു പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നെയ്യൊഴിച്ച് നിലവിളക്ക് തെളിയിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ശേഷം ഭഗവാന്റെ വിഗ്രഹമുണ്ടെങ്കിൽ അത് അഭിഷേകം ചെയ്ത്, ഫോട്ടോയാണെങ്കിൽ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച്, ഇനി വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വിഗ്രഹം തുടച്ച് ഭഗവാന് പൊട്ടൊക്കെ വെച്ച്, നിങ്ങളെ കൊണ്ട് തുളസിമാല ചാർത്താൻ പറ്റിയാൽ തുളസിമാല ചാർത്തി ഭഗവാന് അല്ലെങ്കിൽ തുളസി ഇല കൊണ്ട് അർച്ചനകൾ ചെയ്ത്, താമരപ്പൂ സമർപ്പിക്കാൻ പറ്റിയാൽ താമരപ്പൂവൊക്കെ സമർപ്പിച്ച് ഭഗവാന് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, വിഷ്ണു സഹസ്രനാമം എന്താണോ നിങ്ങൾക്കറിയാവുന്നത് അതൊക്കെ ചൊല്ലാവുന്നതാണ്. ഏകാദശി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ന്, അതായത് ബുധനാഴ്ച വൈകിട്ട് 4:45 കൂടിയിട്ടാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത്. നാളെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:32 കൂടിയാണ്. എന്നാൽ തന്നെയും സൂര്യോദയ സമയത്ത് ഏകാദശി തിഥി വരുന്ന ആ ഒരു സമയം, ദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ ഒരു ദിവസമാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാളെ വ്യാഴാഴ്ചയാണ് ഏകാദശി വരുന്നത്. ഏകാദശി വ്രതം ജലം മാത്രം കുടിച്ചുകൊണ്ടെടുക്കുന്നവരുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നേരം അരിയാഹാരം ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും പഴങ്ങൾ കഴിച്ചുകൊണ്ടും വ്രതമെടുക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വേണം ഏത് രീതിയിൽ വ്രതമെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. വ്രത ദിവസമായ നാളെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കൃഷ്ണക്ഷേത്രമോ വെങ്കടേശ്വര ക്ഷേത്രമോ എന്ത് ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്ഷേത്രമാണോ അടുത്തുള്ളത്, ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് നെയ്ദീപം കൊളുത്തുന്നതും തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നതും മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും തുളസിമാല, തുളസി ഇലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരുന്നതായിരിക്കും. അതുമാത്രവുമല്ല, എല്ലാ വ്രതങ്ങൾക്കും ഞാൻ പറയുന്നത് പോലെ അന്നദാനം ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. നാളത്തെ ദിവസം എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ഒരാൾക്കെങ്കിലും ദാനം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ദാനങ്ങളിൽ ഏറ്റവും മഹത്തരം അന്നദാനമാണ്. അതുകൊണ്ട് തന്നെ അന്നദാനം ചെയ്യാനായിട്ട് മറക്കരുത്. കാക്കയ്ക്കോ അതുപോലെ തന്നെ പൂച്ചയ്ക്കോ പക്ഷി മൃഗാദികൾക്ക് ആർക്ക് വേണമെങ്കിലും അന്നദാനം ചെയ്യാം. ഒരു ജീവൻ്റെ വിശപ്പ് നമ്മൾ ശമിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അന്നദാനം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യരാവണമെന്ന് നിർബന്ധങ്ങൾ ഒന്നും തന്നെയില്ല. അതുമാത്രവുമല്ല, ഭഗവാന് മുല്ലപ്പൂ മാലയൊക്കെ സമർപ്പിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഏകാദശി തിഥിയുടെ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
ഹരിവാസര സമയം വരുന്നത് 2025 ഏപ്രിൽ 24 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 7:47 വരെയാണ്. ഏകാദശി വ്രതാനുഷ്ഠാനത്തിലെ ഏറ്റവും പരമപ്രധാനമായ സമയമാണ് ഈ ഒരു ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ഭൂമിയിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാക്കിത്തരും. അതുമാത്രവുമല്ല, ആ സമയത്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം, വിഷ്ണു സഹസ്രനാമം കേൾക്കാം, നാരായണീയം ജപിക്കാം. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിലും ആ ഒരു 9 മണി മുതൽ 7:47 വരെയുള്ള സമയത്ത് നോൺ വെജ് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കി ഭഗവാന്റെ നാമങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നാവിൽ കൂടി ചൊല്ലിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അതുമാത്രവുമല്ല, നാളെ വരുദ്ധിനി ഏകാദശി ദിവസം തുളസിയില, നാളെ മാത്രമല്ല നാളെയും അതുപോലെ തന്നെ ദ്വാദശി സമയത്തും ദിവസമായ വെള്ളിയാഴ്ചയും ആരും തന്നെ തുളസിയില പറിക്കാൻ പാടില്ല. പക്ഷേ തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് 3 തവണ പ്രദക്ഷിണം വെച്ച് തുളസി പൂജ ചെയ്യുന്നതും നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. നാളത്തെ ദിവസം ഒരിക്കലും നിങ്ങൾ ആര്യവേപ്പിൻ്റെ കമ്പ് ഒടിക്കാനായിട്ട് പാടില്ല. ഈ ഒരു കാര്യവും കൂടെ നാളെ നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കണം. അതുമാത്രവുമല്ല, ദാനം ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. കാരണം ദാനം ചെയ്യുന്നത് വഴി 1000 വർഷം നമ്മൾ തപസ്സു ചെയ്ത ഫലവും ഒപ്പം തന്നെ കന്യാദാനം ചെയ്ത ഫലവും കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരും മറക്കാതെ നാളത്തെ ദിവസം ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി ഏകാദശി തിഥിയുടെ പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് 2025 ഏപ്രിൽ 25 വെള്ളിയാഴ്ച രാവിലെ 5:47 മുതൽ 8:24 വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ പാരണ വിടാനായിട്ട് ശ്രമിക്കണം. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം സേവിച്ചോ, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ തുളസിയിൽ ഇട്ട തീർത്ഥം സേവിച്ചോ നിങ്ങൾക്ക് പാരണ വിടാവുന്നതാണ്. അതുമാത്രവുമല്ല, ഏകാദശി വ്രതം എടുക്കുന്നവർ പകൽ ഉറങ്ങാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ദ്വാദശി തിഥിയുടെ അന്ന്, അതായത് വെള്ളിയാഴ്ച വ്രതം പാരണ വീടിയാലും ഒരിക്കലും നിങ്ങൾ നോൺ വെജ് കഴിക്കാനായിട്ടും പാടില്ല. അന്നും പകൽ ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു തവണയിൽ. അത് മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളോട് ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ദിവസങ്ങളിൽ നമ്മൾ ഗോപൂജ ചെയ്യുന്നത് സകല വിധത്തിലുമുള്ള പാപങ്ങൾ മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിലോട്ട് കൊണ്ടുവരുമെന്നുള്ളത്. ഇപ്രാവശ്യം പൂരുരുട്ടാതി നക്ഷത്രവും വരുദ്ധിനി ഏകാദശിയും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. പിറ്റേ ദിവസം ഉത്രട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയും പിന്നെ ശനിയാഴ്ചയും രേവതി നക്ഷത്രവും, ഈ 3 ദിവസം അടുപ്പിച്ച് ഗോപൂജ ചെയ്താൽ നമുക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ കിട്ടും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വരുദ്ധിനി ഏകാദശിയുടെ അന്ന് പൂരുരുട്ടാതി നക്ഷത്ര ദിവസം ഗോപൂജ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവർക്കും അറിയാം ഭഗവാന് ഗോക്കളോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നമ്മൾ ഗോപൂജ ചെയ്താൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം മുഴുവനായും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ പോകുന്ന കൃഷ്ണക്ഷേത്രത്തിൽ ഗോക്കൾ ഉണ്ടെങ്കിൽ അവിടെ അവരെ പരിപാലിക്കാം. അങ്ങനെയല്ല നിങ്ങളുടെ വീടിനടുത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇത് രണ്ടുമില്ലാത്തവർക്ക് വീട്ടിൽ ഗോമാതാവിൻ്റെ ശിലയോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിനാണെങ്കിലും പൂജ ചെയ്താൽ മതിയാവും. അതായത് നിങ്ങൾ അമ്പലത്തിൽ പോകും, അവിടെ പശുക്കളെ വളർത്തുന്ന സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 6 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠവും നമുക്ക് മഹത്തരമായ ഫലങ്ങൾ കിട്ടുന്നതും. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് ഈ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 3 ദിവസങ്ങളിലും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ആ സമയത്ത്, അതായത് 6 മണിക്ക് ശേഷം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ സൂര്യ ഉദയത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് പശുവിനെ കാണാൻ പോകുമ്പോൾ പശുവിന് ഇഷ്ടപ്പെട്ട അകത്തിച്ചീര അല്ലെങ്കിൽ പച്ചപ്പുല്ല്, വെജിറ്റബിൾസ്, പൂവൻ പഴം, ചുമന്ന കളറിലെ പൂവൻ പഴം ഇവയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി പശുവിന് നമസ്കരിച്ച്, അതായത് പശുവിൻ്റെ പൃഷ്ഠഭാഗത്ത്, പിൻഭാഗത്ത്, വാലിൻ്റെ ഭാഗത്ത് പോയി തൊഴുത് പശുവിൻ്റെ 4 കാലിൽ കുളമ്പിലും തൊട്ട് കണ്ണിൽ വെക്കണം. അത് സൂക്ഷിച്ച് ചെയ്യണം. പശുക്കളുടെ ചവിട്ടൊന്നും വാങ്ങിക്കരുത്. അതിനുശേഷം പശുവിന് തിന്നാനുള്ളതും കൊടുത്ത് പശുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് നിങ്ങൾക്ക് വീട്ടിലോട്ട് പോരാവുന്നതാണ്. ഈ 3 ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ കാര്യം തന്നെയാണ്. എല്ലാ രീതിയിലും എല്ലാ മാസവും വരുന്ന ഈ ഒരു നക്ഷത്ര ദിവസം നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം പശുക്കളിൽ 30 മുക്കോടി ദൈവങ്ങളും അതിൽ തന്നെ മഹാലക്ഷ്മി വസിക്കുന്നത്
പശുവിൻ്റെ വാൽഭാഗത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം പോയി തൊട്ട് തൊഴണമെന്ന് പറയുന്നത്. എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഒന്നിച്ചു കിട്ടുന്ന ഈ ഒരു മഹത്തായ പൂജ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. അങ്ങനെയല്ല നിങ്ങളുടെ വീട്ടിൽ ശിലയുണ്ട്, ശിലയ്ക്കാണെന്നുണ്ടെങ്കിൽ പറ്റുന്നവരൊക്കെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അഭിഷേകം ചെയ്തതിന് ശേഷം മഞ്ഞൾ, കുങ്കുമം, പൊട്ടൊക്കെ വെച്ച് മഹാലക്ഷ്മിയെ നമ്മൾ എങ്ങനെയാണോ പൂജിക്കുന്നത്, മുല്ലപ്പൂക്കളും താമരപ്പൂക്കളും റോസപ്പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചതിനു ശേഷം ഗോമാതാ അഷ്ടോത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അർച്ചന ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഓം സുരഭ്യേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് അർച്ചന ചെയ്യാം. എന്താണോ നിങ്ങൾക്കറിയാവുന്നത് അത് ചൊല്ലി അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക. അതിനുശേഷം ധൂപദീപാരതി എടുത്ത് നിവേദ്യമായിട്ട് വെറ്റില, പാക്ക്, പഴം എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് സമർപ്പിച്ച് കൂടെ 1 രൂപയും, അതായത് വെറ്റിലയും പാക്കും സമർപ്പിക്കുമ്പോൾ, ഇനി വെറ്റിലയും പാക്കും സമർപ്പിച്ചില്ലെങ്കിലും 1 രൂപ ദക്ഷിണയായിട്ടും കൂടിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ 3 ദിവസവും അടുപ്പിച്ച് പൂജ ചെയ്താൽ വളരെ നല്ല ഫലങ്ങൾ കിട്ടും. ഈ 3 ദിവസം ചെയ്യുമ്പോഴും ഓരോ രൂപ വെച്ച് ദക്ഷിണയായിട്ട് സമർപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ പശുവിന് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ ആ 3 രൂപയും കൂടി ഇട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പശുക്കളൊന്നും ഇല്ലാത്ത നാട്ടിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാം. അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ കാണിക്ക വഞ്ചിയിലിട്ടാൽ മതിയാവും. അപ്പം നാളെ ഇത് ചെയ്യണം. വെള്ളിയാഴ്ച ദിവസവും ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ ഈ ഒരു പശുവിനെ വെച്ച് പൂജ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. നല്ല രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. കുടുംബത്തിന് ഉയർച്ചയുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷത്തെയൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഗോപൂജ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു 3 ദിവസവും നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ശനിയാഴ്ചയാണ് രേവതി നക്ഷത്രം വരുന്നത്. രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായും കഴിയുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയും ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെ പതിയെ ഫിനാൻഷ്യലി നമുക്ക് ഉയരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു പൂജകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് നക്ഷത്രങ്ങളിലും തിഥികളിലും വരുന്ന പൂജകൾ. എല്ലാവരും ഇതൊക്കെ മുടങ്ങാതെ ചെയ്ത് എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങളോടുകൂടി ജീവിക്കാനായിട്ട് മുരുക ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.